ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മുടെ ക്രിസ്മസ് വിഭവങ്ങളുടെ അടുത്ത ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഐറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ട നമ്മുടെ ഹരിയാലി ചിക്കൻ, ഗ്രീൻ കളർ ചിക്കൻ. മുമ്പ് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ പേരുടെ റെസിപ്പി ചോദിച്ചായിരുന്നു. എസ്പെഷ്യലി ലീന മനോജ്, ദീപ ദയാൽ, പിന്നെ അനീഷ നോബിൾ, ആനി യേശുദാസ് മാഡം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണൂ കേട്ടോ. എന്തായാലും ഐറ്റംസ് മൊത്തം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ വൈഫിൻ്റെയാണ്, ഫുൾ ക്രെഡിറ്റിൻ്റെ വൈഫിനാട്ടോ. പുള്ളിക്കാരി അടുത്തിരുന്ന് പറഞ്ഞിരുന്നുണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാനും ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതിന്ന് പുള്ളിക്കാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് നമ്മൾ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഹരിയാലി എന്ന് പറയുമ്പോൾ ഫുള്ളി ഗ്രീൻ കളറാണ്. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. പിന്നെ കുറച്ച് സവാള വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഐറ്റംസ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 മസാലപ്പൊടികൾ വളരെ കുറച്ച് മതി. ഓരോന്നും ഇടുമ്പോൾ ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞുതരാം. എന്തായാലും നമുക്കിത് പരിപാടി നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായിരിപ്പുണ്ട്. ആദ്യം ഞാനിലേക്ക് ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് നെയ്യാണ് കേട്ടോ. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഈ സവാളയൊന്ന്, ഈ സ്ലൈസ് ചെയ്ത സവാളയില്ലേ, ഇതിനൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഒരു വറുത്തെടുക്കണം. അതാണ് ഇതിലെ മെയിൻ പരിപാടി. കുറച്ച് സമയം എടുക്കുന്ന പരിപാടി അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിൽ ഓരോന്നുള്ള പഞ്ചസാര പിന്നെ ഉപ്പ് ഇതും കൂടി ആഡ് കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കാം. അത് നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് എല്ലാ ഐറ്റംസും ചേർത്ത് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാളയെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ചിക്കൻ ഒഴിച്ച് ബാക്കി കാണുന്ന ഐറ്റംസ് എല്ലാം കൂടെ മിക്സിക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. ഞാൻ ഒന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഇത്രയും പുതിനയില എടുക്കണം കേട്ടോ. ഇത് ഗ്രീൻ കളറല്ല, അപ്പം പുതിനയിലയും മല്ലിയിലയും ധാരാളമായിട്ട് തന്നെ ചേർക്കണം കേട്ടോ. അത് നല്ല ഫ്രഷ് ആയിരിക്കണേ. ഇനി നമ്മൾ ചെയ്ത് വെച്ചാൽ സവാള ഇടണം. ഒരു 7-8 പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചിയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 20-25 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണേ. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണേ. കട്ട തൈര് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത്രയ്ക്കും വേണ്ടി ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് മിക്സിക്ക് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇത് നമ്മൾ ആ മിക്സിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചവറത്തിലിരിക്കുന്ന അടിപൊളിയായിട്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞു. ചിക്കൻ്റെ പീസസ് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ അതുകൂടെ കേട്ടോ. ഞങ്ങൾ പെരിഞ്ജീരകം ഉപയോഗിക്കണേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. മുളക് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇനി എരിവ് വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം. ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്യണത്. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിക്കും കേട്ടോ. നല്ല പച്ച നിറത്തിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹരിയാലി മസാല നന്നായിട്ട് ചിക്കനിൽ മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതിനൊന്ന് മാറ്റി വയ്ക്കുക. അത് മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടിയായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു പാന് അടുപ്പത്ത് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആകെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വെച്ച മിക്സ് ഇല്ലേ, മാരിനേറ്റ് വെച്ച് ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിക്ക് പച്ച കളറിലേക്ക് ഉണ്ട് കണ്ടല്ലോ. യെസ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അടപ്പ് കൊണ്ട് ഇതിനെ അടച്ചിട്ട് ഒരു 20 മിനിറ്റോളം വേവിക്കുക. ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. വെള്ളം എന്തായാലും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ വേകുമ്പോൾ വെള്ളം കുറച്ച് ഊറി ഇറങ്ങിക്കൊള്ളും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 20 മിനിറ്റോളം വെന്തിട്ടുണ്ടേ. 20 മിനിറ്റിലധികമായി കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. വെന്ത് വേകുമ്പോൾ ഈ പച്ചനിറമൊന്ന് കുറയും കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം അതിൽ നിന്ന് ഊറി ഇറങ്ങിയതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേവി വേണം തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ.
വെള്ളം ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കുക, നല്ലത്. ഞങ്ങൾക്ക് ഇത്ര ഗ്രേവി തന്നെ മതി, ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇത് കുറച്ച് ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഞാൻ ഉപയോഗിക്കണേ. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, മസ്റ്റല്ല. പക്ഷേ ചേർത്താൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. ഇളക്കി കൊടുക്കുക. ഈ ക്രീം ആഡ് ചെയ്യുമ്പോഴും കളറൊന്ന് കുറയും കേട്ടോ, പച്ചനിറം. എന്നാലും അടിപൊളിയാണ്. യെസ്. നിങ്ങൾക്ക് ഇനിയും എക്സ്ട്രാ ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും. ഞങ്ങൾക്ക് ഇത്ര മാത്രം മതി, കാരണം ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഹരിയാലി ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ക്രിസ്മസിന് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കും. ഒരു ഐറ്റം ഇത്തവണ ഞങ്ങളുടെ ഹരിയാലി ചിക്കൻ ആയിക്കോട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ആൻഡ് പേഷ്യൻസ്.